ക്രിസ്റ്റിയും റയാനും പുറകെ ചെന്നെങ്കിലും ആരോടും ഒന്നും മിണ്ടാൻ കൂട്ടാക്കാതെ ചാർലി നേരെ പോയത് മുകളിലെ ബാൽക്കണിയിലേക്കായിരുന്നു. ചാർലി, ക്രിസ്റ്റി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവരുടെ സാമീപ്യം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. രണ്ടുപേരും അവനെ നോക്കിക്കൊണ്ട് നിസ്സഹായതയോടെ നിൽക്കുകയാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയടാ. ചാർലി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എടാ, സാരമില്ല, നീ മദ്യത്തിൻ്റെ പുറത്ത് അറിയാതെ ചെയ്തു പോയതല്ലേ. ചെയ്തത് തെറ്റാണെങ്കിലും അതൊക്കെ നല്ലതിന് വേണ്ടി സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയവാ. നീ അത്രയും മാത്രം ഇപ്പം ചിന്തിച്ചാൽ മതി. ക്രിസ്റ്റി അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ചേട്ടായി പറയുന്നതിലും കാര്യമുണ്ട്. ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിലും ചേട്ടത്തിയെ കിട്ടാനും ചേട്ടത്തിക്ക് ഇങ്ങനൊരു ലൈഫ് ഉണ്ടാകാനും കാരണം ഈ നടന്ന സംഭവങ്ങൾ തന്നെയല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു ഷോക്കും ചേട്ടത്തിയോട് ഇത്രയും നാളും ഇതൊക്കെ മറച്ചു വെച്ചതിൻ്റെ വിഷമമൊക്കെ ആയിരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചാൽ ചേട്ടത്തിക്ക് മനസ്സിലാകും അതൊക്കെ ചേട്ടത്തിയുടെ ലൈഫിൽ നല്ലതിന് വേണ്ടി നടന്ന കാര്യങ്ങളാണെന്ന്. റയാൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പോയി ഷീതുവിനോട് സംസാരിക്കാം. കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ. ക്രിസ്റ്റി അവനെ നോക്കി. ഏയ് വേണ്ടടാ, നിങ്ങളിപ്പോൾ അവളോട് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അവളൊന്ന് ശാന്തമാവട്ടെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ചാർലി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. എടാ, നീ സംസാരിക്കാൻ ചെന്നാൽ അവൾ അതിന് നിന്ന് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചാർലി? ഇത്രയും നാൾ നീ അവളെ എങ്ങനെ സംരക്ഷിച്ചു എന്നതല്ല, നീ അവളോട് സത്യം മറച്ചു വെച്ചു എന്നതാണ് അവൾ ചിന്തിക്കുന്നത്. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. ഇത്രയും കാലം അപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചതും ഈ കൈകളിൽ കൊണ്ടു നടന്നതിനും ഒരർത്ഥവുമില്ലെന്നാണോ നീ പറയുന്നത്? ചാർലി അവനെ നോക്കി ദയനീയമായി ചോദിച്ചു. ഞാൻ അങ്ങനെ അല്ലടാ ഉദ്ദേശിച്ചത്. അവളുടെ മുൻപിൽ നീ ഇപ്പം തെറ്റുകാരനാ. നീ അവളെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാലും അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ നീ സ്വന്തമാക്കിയത് ഏത് പെണ്ണിനാ ക്ഷമിക്കാൻ കഴിയുന്നത്? സ്വന്തം ഭാര്യയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട്. എത്ര അവളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും കൈവെള്ളയെ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്ക് അതവളെ വല്ലാത്ത വേദനിപ്പിക്കുന്നുണ്ട്. അത് അവളുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ അവനോട് പറഞ്ഞു. അത് കേട്ടതും ചാർലി ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കലും അവൾ തന്നോട് ക്ഷമിക്കില്ല എന്നുള്ളൊരർത്ഥമായിരുന്നു അവൻ്റെ നോട്ടത്തിൽ ഉണ്ടായിരുന്നത്. സാരമില്ല ചേട്ടായി, ഇനിയിപ്പോൾ വല്ലാതെ ആലോചിച്ച് കൂട്ടണ്ട. ഇത്രയും കാലം ചേട്ടായി കൊടുത്ത ആത്മാർത്ഥമായ സ്നേഹം അത് ചേട്ടത്തിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യം പതുക്കെ മാറും. റയാൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. റയാൻ പറഞ്ഞത് തന്നെയാണ് ശരി ചാർലി. ക്രിസ്റ്റി അവൻ്റെ തോളോട് ചേർത്ത് പിടിച്ചു. നീ കുറച്ചു നേരം ഇവിടെ നിന്ന് റിലാക്സ് ആകാൻ നോക്ക്. എല്ലാം കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ ഓക്കെ ആകുവാടാ. ഞങ്ങൾ രണ്ടുപേരും അവളോട് ചെന്ന് എന്തായാലും ഒന്ന് സംസാരിക്കാം. പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അവൾക്കിപ്പോൾ നമ്മളെയൊക്കെ കൂടെ വേണം. നീ ഒന്നിനും പേടിക്കണ്ട, ഞങ്ങളുണ്ടാവും നിൻ്റെയും കൂടെ. ക്രിസ്റ്റി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റിയും റയാനും അവിടെ നിന്നും ഇറങ്ങി ഷീതുവിൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ വാതില് പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. അകത്ത് മമ്മിയുടെ മടിയിൽ തല ചായച്ച് കിടന്ന് ഷീതു ഇപ്പോഴും വിങ്ങി വിങ്ങി കരയുന്നുണ്ടായിരുന്നു. മമ്മി അവളെ കെട്ടിപ്പിടിച്ച് തലയിൽ തലോടി ആശ്വസിപ്പിക്കുകയാണ്. പപ്പ ജനനരികിൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാത്ത വലിയൊരു സങ്കടത്തോടെ നിൽക്കുന്നു. അവർ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. അവരുടെ വരവ് കണ്ട് മമ്മി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവരെ നോക്കി. അവനെ എവിടെയാടാ? മമ്മി ദേഷ്യത്തോട് ചോദിച്ചു. ചേട്ടായി മുകളിൽ ബാൽക്കണിയിലുണ്ട് മമ്മി, റയാൻ മറുപടി പറഞ്ഞു. മമ്മി കുഞ്ഞിനെ കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. അവൾക്ക് വിശക്കുന്നുണ്ടാകും. ഞങ്ങൾ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. ക്രിസ്റ്റി അവരെ നോക്കി പറയുന്നത് കേട്ട് പപ്പയും മമ്മിയും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ചെല്ലി മമ്മി, അവൻ വീണ്ടും പറഞ്ഞതും അവർ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം കുഞ്ഞിനെ എടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി. അവളുടെ അനിയന്മാർ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് കരുതി പപ്പയും അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. കരച്ചിലൊക്കെ മതി. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇത്രയും നാൾ നീ കരഞ്ഞത് അവൾ അവൻ്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ടല്ലേ. ഇപ്പോൾ നീ ആശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത്? ക്രിസ്റ്റി അവളുടെ അടുത്തേക്കിരുന്ന് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അവൾ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. എടി, അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതിന് ഇപ്പോൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? ക്രിസ്റ്റി വീണ്ടും അവളെ നോക്കി ചോദിച്ചു. ചേട്ടായി ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അത് ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല. പക്ഷെ ചേട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനൊക്കെ ശേഷം ചേട്ടത്തി എങ്ങനെയാ നോക്കിയത്? സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ചല്ലേ കൂടെ നിർത്തിയത്? റയാൻ അവളെ നോക്കി ചോദിച്ചതും അവളൊന്നും വേണ്ടിയില്ല. സംഭവിച്ചതൊക്കെ ഒരു അബദ്ധമാണെന്ന് കരുതി ചേട്ടത്തിക്ക് ചേട്ടായിയോടൊന്ന് ക്ഷമിച്ചൂടെ? ഇത്രയും നാളും ചേട്ടത്തിക്ക് തന്ന ആ സ്നേഹവും കെയറും എല്ലാം കള്ളമായിരുന്നോ? അവൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ എന്നെ ഇച്ചായനല്ലായിരുന്നു വിവാഹം കഴിച്ചതെങ്കിലോ? ഇച്ചായൻ്റെ കുഞ്ഞായിരുന്നു എൻ്റെ വയറ്റിൽ. ഞാൻ അയാളെയായിരുന്നു വിവാഹം കഴിച്ചതെങ്കിൽ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൾ വല്ലാത്ത മാനസികാവസ്ഥയോടെ അവരോട് പറഞ്ഞു.
നീ എന്തിനിങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ വിധിയാ. അതൊന്നും തന്നെ മാറാനും പോകുന്നില്ല. ഇപ്പം നീ സന്തോഷിക്കുക ചെയ്യേണ്ടത്. കാരണം കുഞ്ഞിനി അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല. അവൾ ആരെയാണോ അപ്പ എന്ന് വിളിച്ചത് അവൻ തന്നെയാണ് അവളുടെ അപ്പൻ. ചാർലി അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറയുന്നത് കേട്ട് അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആരെയാണോ അപ്പ എന്ന് വിളിച്ചത് അവൻ തന്നെയാണ് അവളുടെ അപ്പൻ. ആ ഒരു ഒറ്റ വരി ഷീതുവിൻ്റെ നെഞ്ചിൽ വല്ലാതെ ചെന്ന് തറച്ചു. അവൾ ഒന്നും മിണ്ടാനാവാതെ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇസുവിൻ്റെ അപ്പൻ നമ്മുടെ ചേട്ടായി തന്നെയാ. അതുകൊണ്ട് ഇനി ആരും വന്ന് അവളെ നമ്മളിൽ നിന്നും കൊണ്ടുപോയില്ല. ചേട്ടത്തി മനസ്സൊന്ന് ശാന്തമാക്ക്. റയാൻ അവളെ സമാധാനിപ്പിച്ചു. അവരുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെ തോന്നി. പക്ഷേ അവൾ എന്തോ പറയാനായി തുടങ്ങി. ഒന്നുമില്ല, നീ അതൊക്കെ വിട്ടേ. എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കിയാൽ കുഞ്ഞോ അവൾ വിഷമിക്കില്ലേ? നീ എന്താ അവളുടെ കാര്യം ആലോചിക്കാത്തത്? ക്രിസ്റ്റി അവളെ നോക്കി പറഞ്ഞു. അതിനവൾ തലയാട്ടി. വിട്ടേക്കടി, നിനക്കല്ലാതെ ആർക്കും അവനോട് ക്ഷമിക്കാൻ കഴിയുന്നേ? ക്രിസ്റ്റി അവളെ ചേർത്ത് പിടിച്ചു. അതേനേ, എൻ്റെ ചേട്ടത്തിക്കല്ലാതെ ചേട്ടായിയുടെ മനസ്സിൽ വേറെ ഒരാൾക്കും ഒരു സ്ഥാനവും ഇല്ല. ചേട്ടായി ചെയ്തത് തെറ്റ് തന്നെയാ. അതിനെ ഒരിക്കൽ ന്യായീകരിച്ചുകൊണ്ട് പറയല്ല ഞങ്ങൾ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. അറിയാം ചേട്ടത്തിക്ക് പെട്ടെന്നൊന്നും ചേട്ടായിയോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. എങ്കിലും ഒരു അഭ്യർത്ഥനയുണ്ട്. ചേട്ടത്തിയെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ആ ചേട്ടായിയുടെ ഒരു കുഞ്ഞനിയൻ്റെ ചെറിയ അഭ്യർത്ഥനയായിട്ട് കൂട്ടിയാൽ മതി. എൻ്റെ ചേട്ടായിയോട് ക്ഷമിക്കണം. ആ മനസ്സ് നിറയെ ചേട്ടത്തി മാത്രമാണ്. ഒരുപക്ഷെ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാം കൊണ്ടും എൻ്റെ ചേട്ടായിയുടെ സ്വന്തമായേനെ ചേട്ടത്തി. അത്രയും പ്രാണനാ ആ മനുഷ്യന്. റയാൻ അവളെ നോക്കി പറയുന്നത് കേട്ട് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. റയാൻ പറഞ്ഞതുപോലെ ചാർലിയുടെ മനസ്സിൽ താനല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹം ഒരിക്കലും കള്ളവുമായിരിക്കില്ല. എനിക്കറിയില്ല റയാൻ, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഇച്ചായൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് മനസ്സിപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇച്ചായൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ കാണുമ്പോൾ എനിക്ക് വെറുക്കാനും കഴിയുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ രണ്ടുപേരും ഷീതുവിനെ ആശ്വസിപ്പിച്ച് മുറിയിൽ തന്നെ ഇരിക്കുമ്പോൾ പപ്പ ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. രാത്രിയുടെ തണുത്ത കാറ്റിയിട്ട് ഇരുളിലേക്ക് നോക്കി അവൻ കൈവരിയിൽ പിടിച്ചു നിന്നു. മനസ്സാകെ ശൂന്യമായതുപോലെ തോന്നി അവന്. ചതിയൻ എന്ന പേരിനേക്കാൾ ഷീതുവിൻ്റെ കണ്ണിൽ ആ വെറുപ്പായിരുന്നു അവൻ്റെ നെഞ്ച് പൊള്ളിച്ചത്. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല പെണ്ണെ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. സ്വയം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചാർലി, പാപ്പൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് വിഷമിച്ച് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് അയാളുടെ ശബ്ദം കേട്ടതും കണ്ണുകൾ തുടച്ചിട്ട് തിരിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ ഇതൊക്കെ? അയാൾ ദയനീയമായി അവനോട് ചോദിച്ചു. എനിക്ക് പപ്പേ. അവൻ എന്തോ പറയാനായി തുടങ്ങിയതും അയാൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. ഇത് സത്യമാണ് ചാർലി കേൾക്കേണ്ടത്. അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പപ്പേ, ഞാൻ പറഞ്ഞില്ലേ അന്നാ രാത്രിയിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ചാർലി വീണ്ടും കള്ളം ഉറപ്പിച്ച് പറയാൻ ശ്രമിച്ചു. മറ്റുള്ളവരോട് പറഞ്ഞ കള്ളമല്ല എനിക്ക് കേൾക്കേണ്ടത്. നിന്റെ മനസ്സിലുള്ള സത്യമാണ്. അത് നിന്റെ കുഞ്ഞാണെന്ന് നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ അവനെ നോക്കി പറഞ്ഞു. അപ്പം എന്തൊക്കെയാ പറയുന്നേ? അതെൻ്റെ കുഞ്ഞ് തന്നെയാ, അവൻ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞു. അതിനയാൾ അവനെ കളിയാക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചാർലി. കാരണം നിന്നെ വളർത്തിയത് ഞാനാണ്. ഒരു മദ്യത്തിൻ്റെ പുറത്തായാലും എൻ്റെ മകനൊരു പെണ്ണിൻ്റെ അബോധാവസ്ഥ മുതലെടുക്കില്ല. അത് നിൻ്റെ അപ്പനായി എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നിങ്ങളെ പ്രസവിച്ചത് നിങ്ങളുടെ മമ്മിയാണെങ്കിലും എൻ്റെ 3 ആൺമക്കളെയും വളർത്തിയത് ഞാനാ. എൻ്റെ മക്കളെ എനിക്ക് എന്നേക്കാൾ വിശ്വാസമുണ്ട്. സ്വയം മറന്ന് നിങ്ങൾ ഒരു പെണ്ണിനോടും അങ്ങനെ ചെയ്യില്ല. അതിനി ഏത് മദ്യത്തിൻ്റെ പുറത്തായാലും വികാരത്തിൻ്റെ പുറത്താണെങ്കിലും. അയാൾ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടതും ചാർലി അയാളുടെ മുഖത്തേക്ക് നോക്കി.